മലയാളികൾക്ക് സുപരിചിതയാണ് വരദ. സിനിമയിലൂടെയാണ് വരദ അഭിനയം ആരംഭിക്കുന്നത്. പക്ഷേ വരദ താരമാകുന്നത് ടെലിവിഷനിലൂടെയാണ്. ജനപ്രിയ പരമ്പരയായ അമലയിലൂടെയാണ് വരദ മിനി സ്ക്രീനിൽ എത്തുന്നത്. ഇതോടെ താരം സീരിയൽ പ്രേമികളുടെ മനസ്സിൽ എന്നേക്കുമായൊരു ഇടം കണ്ടെത്തുകയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വരദ വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ്. ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ വരദയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ നിറയാറുണ്ട്. തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുതൽ ഗോസിപ്പുകൾ വരെ വരദയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ തന്നെക്കുറിച്ചുള്ള ഗോസിപ്പുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് വരദ. മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് വരദ മനസ്സ് തുറന്നത്. വരദയുടെ വാക്കുകളിലേക്ക്: എന്നെപ്പറ്റിയുള്ള ഗോസിപ്പുകൾ എല്ലാം ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് വരദ പറയുന്നത്. പിന്നാലെ തന്നെക്കുറിച്ച് കേട്ട ഗോസിപ്പുകളെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. ഒപ്പം അഭിനയിക്കുന്നവരോടൊപ്പം ചേർത്ത് പറയുക എന്നത് മിക്കവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അത്തരത്തിലാണ് സാജൻ സൂര്യ ചേട്ടനോടൊപ്പം ഒരു ഗോസിപ്പ് വന്നത്. എന്നെ വ്യക്തിപരമായി ഉലച്ച സംഭവമായിരുന്നു അത്. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ഗോസിപ്പ് എന്നാണ് വരദ പറയുന്നത്. അതേസമയം സാജൻ ചേട്ടൻ നല്ല ഒരു സുഹൃത്താണ്. ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു തനിക്കെന്നും വരദ പറയുന്നു. എനിക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളെ ഉള്ളൂ. അവരുടെ സൗഹൃദം നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലെന്നും താരം വ്യക്തമാക്കി. പിന്നാലെ താൻ കോടികളുടെ വീട് സ്വന്തമാക്കിയെന്ന വാർത്തയെക്കുറിച്ചും വരദ സംസാരിക്കുന്നുണ്ട്. കൊച്ചിയിൽ ഒരു ചെറിയ ഫ്ലാറ്റ് സ്വന്തമാക്കി. അപ്പോൾ വന്ന തലക്കെട്ട്: കൊച്ചിയിൽ കോടികളുടെ വീട് സ്വന്തമാക്കി വരദ. ഈ ന്യൂസ് കൊടുത്തവരോട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഈ കോടികൾ എവിടെ? കുറച്ച് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വരദ പറയുന്നു. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണവും ലോണുമൊക്കെ എടുത്ത് എൻ്റെ ആഗ്രഹം സഫലമാക്കിയതാണ് ഇത്. അതിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് വരദ പറയുന്നത്. ഇവർക്ക് വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ ഈ കോടികളുടെ ഫ്ലാറ്റിന് പണം എവിടെ നിന്ന് വന്നു? ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയും പണം? ഇവൾ മറ്റേതായതുകൊണ്ടല്ലേ എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കാനാണ് ഇത്തരം വാർത്തകൾ എഴുതുന്നു എന്നാണ് വരദ പറയുന്നത്. ഇത്തരം ഗോസിപ്പുകൾ എഴുതുന്നവരുടെ തനിക്ക് സഹതാപം മാത്രമേ ഉള്ളുവെന്നും വരദ പറയുന്നു. പക്ഷേ എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അത് ബാധിക്കുന്ന ആളുകളുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും താരം പറയുന്നു. അതേസമയം വരദയും നടൻ ജിഷിൻ മോഹനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം അവസാനിച്ചുവെന്ന വാർത്തയും ഈ അടുത്താണ് പുറത്തു വന്നത്. ജിഷിൻ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. എന്താണ് തങ്ങൾ പിരിയാനുള്ള കാരണമെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ പ്രതികരിക്കാൻ വരദയും കൂട്ടാക്കിയിട്ടില്ല.